നമസ്കാരം. ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. സമീപകാലത്താണ് കേരള മൈഗ്രേഷൻ സർവേ 2023 പുറത്തിറങ്ങിയത്. അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് നമ്മളെ കാത്തിരുന്നത്. 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറുന്നു എന്ന വാർത്ത നമ്മൾ കാണുന്നു ഒരു വശത്ത്. മറുവശത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ അടച്ചുപൂട്ടുന്നു വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുള്ള കുറവുൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട്. മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള സർവകലാശാലകളിലോ കോളേജുകളിലോ ഒക്കെ നമ്മൾ പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒത്തിരി ആളുകൾ ഒരേ സമയത്ത് ട്രൈ ചെയ്തിട്ട് ഒത്തിരി അധ്വാനിച്ച് ലഭിച്ചിരുന്ന സീറ്റുകളൊക്കെ ഇന്ന് ആളുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുന്നു. നമ്മുടെ വിമൻസ് കോളേജുകൾ മെൻസിന് ഓപ്പൺ ആക്കി കൊടുക്കുന്നു. ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന കോളേജുകൾ പെൺകുട്ടികൾക്ക് തുറന്നു കൊടുക്കുന്ന സാഹചര്യം. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരു പറ്റം ആളുകൾ, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ നാട് ഉപേക്ഷിച്ച് വിദേശത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം എന്താണ്? അത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പരാജയമാണോ? അവിടെ നമുക്ക് മികച്ച രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ക്രമീകരിച്ചാൽ ഈ മൈഗ്രേഷൻ അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ഈ ഒരു കുടിയേറ്റം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുമോ? ഈ വിഷയങ്ങളുടെ, ഈ ചിന്തകളുടെ ഉത്തരം തേടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു. കൂടെയുള്ളത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, സാമ്പത്തിക വിദഗ്ധ, അധ്യാപിക, എഴുത്തുകാരി, കോളമിസ്റ്റ്. ഒപ്പം ഡോക്ടർ നിതിൻ തോമസ്, അദ്ദേഹം ഭാരത് മാതാ കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. രണ്ടുപേർക്കും, പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ നിതിൻ, ഞാൻ അങ്ങയിൽ ഈ ചർച്ച ആരംഭിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. അതിൽ മന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പത്രക്കാർ ചോദിച്ചൊരു ചോദ്യം തന്നെ, അല്ലെങ്കിൽ അത് പല കോണുകളിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു, അങ്ങനെ പോകുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന് പല കമന്റുകൾ നിയമസഭയിൽ തന്നെ ചർച്ചയാകുന്നു. അത് വലിയൊരു ഡിബേറ്റിലേക്കൊക്കെ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതുമാണ്. അവിടെ ഡോക്ടർ ചിഞ്ചുറാണി മന്ത്രി പറഞ്ഞത് പോയിന്റ് ഇതാണ്: മഹാത്മാഗാന്ധിയും ഒരു വിദേശ കുടിയേറ്റത്തിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പഠിക്കാൻ വിദേശത്തേക്കൊക്കെയാണ് പോയത്. തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്നു. പക്ഷെ അങ്ങ് പഠിപ്പിക്കുന്ന കോളേജ് ഉൾപ്പെടെയുള്ള എക്സാമ്പിൾ അങ്ങ് അറിയാം. അങ്ങ് പോയി പഠിച്ചവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടും അവര് പഠിച്ച് തിരിച്ചു വന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് പേരായിരിക്കും, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് പഠിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ അവിടുത്തെ മികച്ച വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങേക്കത് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ പോയവരൊക്കെ എത്ര പേര് തിരിച്ചു വരുന്നു എന്ന് ചോദിച്ചാൽ ഒരു 10% ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടാകാം. ബാക്കി എല്ലാവരും അവിടെ തന്നെ സെറ്റിൽഡ് ആകുന്നു, അങ്ങനെ പോകുന്നു. അപ്പം മികച്ച വിദ്യാഭ്യാസം തേടിയുള്ള ഒരു യാത്രയ്ക്കപ്പുറത്ത് ഒരു കുടിയേറ്റം, അല്ലെങ്കിൽ അവിടെ ഒരു ജീവിക്കാൻ വേണ്ടി കൂടി ആളുകൾ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മുടെ കോളേജിലെ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ അതിന്റെ പോരായ്മ കൊണ്ടാണോ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് എന്നതാണ് എൻ്റെ ആദ്യത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. എന്നാണ് അങ്ങയുടെ കമന്റ് ഇതിനോട്? 2020 കോവിഡിന്റെ വരവോടുകൂടിയാണ് ഇന്റർനെറ്റ് എല്ലായിടത്തേക്കും വ്യാപകമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർനെറ്റ് വ്യാപകമായി എന്നതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും, അല്ലെ, കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ വളരെയധികം ആക്റ്റീവ് ആവുകയും അതോടുകൂടി ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ തുടങ്ങുകയും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വരിക. പിന്നീട് ഒരുപാട് കൺസൾട്ടൻസി കമ്പനികൾ അതിന്റെ പുറകിൽ വരികയും കുട്ടികൾക്ക് പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു അവസരങ്ങൾ. ഏറ്റവും പെട്ടെന്ന് വിസ ലഭിക്കുന്നത് സ്റ്റുഡൻസ് വിസ ആയതുകൊണ്ട് ഏത് വിധേനയും കുട്ടികൾക്ക് പുറത്തു പോകാനുള്ള വഴി എന്നുള്ളത് സ്റ്റുഡൻസ് വിസ ആയിട്ട് മാറുകയാണ്. നേരത്തെയും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തുപോയി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്കോളർഷിപ്പോട് കൂടി വളരെ മികച്ച കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്ന കാഴ്ചകളായിരുന്നു. എന്നാൽ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും മറ്റു പല യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, മികച്ച നിലയിൽ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു ട്രെൻഡിൽ നിന്ന് മാറി ഇന്ന് രാജ്യം വിടുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഏറ്റവും കുറുക്ക് വഴിയായിട്ടാണ് ഇന്ന് സ്റ്റുഡന്റ് മൈഗ്രേഷൻ മാറിയത്. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഏറ്റവും കാതലായിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യേണ്ട ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഈ നാട് വിടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കുട്ടികൾ മാറുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പല കുട്ടികളും
കോഴ്സ് പൂർത്തിയാക്കുന്നില്ല, ഉം. പരീക്ഷകളിൽ വിജയിക്കുന്നില്ല. അവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതാണ് സോഷ്യൽ പ്രഷറിലൊക്കെയാണ് അവര് പലപ്പോഴും ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അത്തരം തീരുമാനങ്ങളോടെ അവിടെ എത്തുകയും എല്ലാവരുടെ കയ്യിലും ഒരു വലിയ ലോണിന്റെ ഒരു വലിയ പ്രഷർ, ബാധ്യതയും അവർക്കുണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തുകയും ആ ജോലിയിലൂടെയുള്ള സമ്പാദ്യം കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കണം, മാത്രമല്ല മാന്യമായൊരു ജീവിത നിലവാരം ഉറപ്പാക്കുകയും ചെയ്യണം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട എയിം. അത് വളരെ ചെറുപ്പത്തിലെ തന്നെ, അതായത് ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ട പ്രായത്തിലാണ് അവർ ഇത്തരം പ്രഷറുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കോഴ്സുകളിൽ ശ്രദ്ധിക്കുകയോ അവർക്ക് കിട്ടുന്ന ജോലികളെ ശ്രദ്ധിച്ചു നോക്കൂ. അവരുടെ കോഴ്സുമായി ബന്ധമുള്ള ജോലികളല്ല അവിടെ ചെയ്യുന്നത്. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്താൽ വേജ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഏത് ജോലിയും അവിടെ ചെയ്യാവുന്നതും ആളുകൾക്ക് നല്ല വേജ് കിട്ടുന്നതുമാണ്. അതുകൊണ്ട് ഏത് ജോലിയും മാന്യമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം പോപ്പുലേഷൻ വളരെയധികം ഡിഫറെന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രസ് മൈഗ്രേഷന്റെ കാര്യം ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതില് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് നോക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും അധികം മാറ്റങ്ങൾ വരുത്തിയ ഒരു വിഷയമാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. നമ്മുടെ വിഷയങ്ങളിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് എത്രത്തോളം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കറിയാം. ചാറ്റ് ജി പി ടിയിൽ മലയാളം ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ ലിറ്ററേച്ചർ ഉണ്ട്. അതായത് ചാറ്റ് ജി പി ടിയുടെ കമ്പ്യൂട്ടർ സയൻസുകാരന് അയാൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങി മലയാളം തുടങ്ങി എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഒരു ധാരണ വേണം. എന്നാൽ ഇംഗ്ലീഷുകാരനോ മലയാളംകാരനോ എക്കണോമിക്സുകാരനോ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഒരു ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ കോഴ്സുകളുടെ ഘടന, നമ്മുടെ കോഴ്സുകളുടെ സിലബസിന്റെ രീതികളെല്ലാം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് കാലാകാലങ്ങളിൽ കൃത്യമായ അപ്ഡേഷൻസ് നടത്താൻ നമ്മൾ വൈകിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ വൈകിപ്പോവുകയും മറ്റ് സർവകലാശാലകളെല്ലാം ഇത്തരത്തിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ BA എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. BA എക്കണോമിക്സ് എന്ന കോഴ്സ് 1970 ആ കോഴ്സ് രൂപീകരിക്കുന്നത്. ഇന്നും ആ കോഴ്സിന്റെ പേര് BA എക്കണോമിക്സ് എന്നാണ്. പക്ഷെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളിലേക്ക് പോയി. എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഈ രീതിയിലേക്കൊക്കെ ഒരുപാട് കോഴ്സ് വളർന്നെങ്കിലും പേരിപ്പോഴും മാറുന്നില്ല. സിലബസിലും കാര്യമായ മാറ്റങ്ങൾ. ഡോക്ടർ കൊച്ചിനാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യ ഭാഗത്ത് നമ്മൾ പറയാൻ ശ്രമിച്ചത്, നമ്മുടെ കോഴ്സ് മെച്ചപ്പെട്ടാൽ കുട്ടികൾ ഇവിടെ നിൽക്കുമോ എന്ന ചോദ്യമാണ് എനിക്ക് അങ്ങയോട് ആദ്യം ചോദിക്കാനുള്ളത്. ഒറ്റ വാക്കിൽ എന്താണ് മറുപടി? ഒറ്റ വാക്കിൽ പറഞ്ഞ നെസസറിലി കോഴ്സ് മെച്ചപ്പെട്ടത് കൊണ്ട് മാത്രം പിള്ളേരോട് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിശദീകരിക്കാം എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഇപ്പം നമ്മൾ യുനെസ്കോ UN ഐക്യരാഷ്ട്രസംഘടനയുടെ വിദ്യാഭ്യാസ ഏജൻസിയാണ്. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന് 4 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ടു നോ തിങ്സ്, കാര്യങ്ങൾ അറിയാൻ നമ്മൾ പഠിക്കണത്. നോളജ് ഇസ് പവർ, അറിവാണല്ലോ ശക്തി. 2, ടു ഏൺ എ ലിവിങ്, ഒരു ജീവിത മാർഗം, ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ്, ഒരു ജോബ് കിട്ടാൻ, തൊഴിൽ കിട്ടാൻ വേണ്ടി പഠിക്കണത്. പിള്ളേരോട് എന്തിനാ പഠിക്കാൻ വന്നു വെച്ചാൽ എങ്ങനെ ജീവിക്കണ്ടേ, തൊഴിൽ കിട്ടാനാണ് വന്നത്. മൂന്നാമത്തത് യുനെസ്കോ പറയുന്നത് ടു ബിക്കം സമ്മൺ. വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വേണം. ഹു ആർ യു എന്ന് മാത്രം ചോദിച്ചാൽ പറ്റില്ല, വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം വേണം. അപ്പൊ ആരൊക്കെ ആയിത്തരാം. ഐ എം എ സയന്റിസ്റ്റ്, ഐ എം എ ഡോക്ടർ, ഐ എം എ കാർപ്പന്റർ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ഫീൽഡാണെങ്കിലും കുഴപ്പമില്ല. 4ാമത് യുനെസ്കോ പറയുന്നത് ടു ഹാവ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് എന്നാണ്. സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരുവനെ പ്രാപ്തനാക്കുന്നതാണ് വിദ്യാഭ്യാസം. അതാണ് നമ്മൾ പറയുന്നത്, വിദ്യാഭ്യാസം ഉണ്ടായപ്പോലെ വിവരം ഉണ്ടാകണം, വിവരം ഉണ്ടായപ്പോലെ വിവേകം ഉണ്ടാകണം, വിവേകം ഉണ്ടായപ്പോലെ വിനയം ഉണ്ടാകണം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തേക്ക് ഇന്ന് യുനെസ്കോയുടെ ഡെഫിനിഷൻ അവിടെ കിടക്കുക. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂച്ചർ വർക്ക് ഫോഴ്സിനെ കൊടുക്കാൻ തക്ക വിധത്തിലുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ഈ തൊഴിലൊക്കെ പഠിച്ചതിനോടൊപ്പം തന്നെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയും. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സംഭവിച്ചില്ലെങ്കിൽ, ഞങ്ങൾ ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ളവരാണല്ലോ ഞങ്ങളൊക്കെ. ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ജോലിയെ UGC നിർവഹിച്ചിരിക്കുന്ന 3 തരത്തിലാണ്. എന്താണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്? ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, കോളേജ് അധ്യാപകൻ ചെയ്യേണ്ട ജോലിയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. 1 is ടീച്ചിങ്, 2nd is research, 3rd is extension. Extension means what social commitment you have towards a society. നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടാകാം, പോസ്റ്റ് ഡോക്ടർ ഉണ്ടാകാം, നിങ്ങൾ കുറെ പുസ്തകം എഴുതിയിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങളിരിക്കുന്ന പഞ്ചായത്തിന് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? നിങ്ങളായിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ സോഷ്യൽ കമ്മിറ്റി, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഐ ലവ് മൈ കൺട്രി എന്നൊക്കെ പറയിപ്പിക്കുന്നുണ്ട് തുടക്കം മുതൽ. പക്ഷെ ഇന്ത്യയുടെ എത്രത്തോളം സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇവരിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ ഞാൻ പങ്കാളിയാകണം എന്നുള്ള ഇതൊന്നും ഇല്ല. അതുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്.
എനിക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇല്ല. അതുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടില്ലേ? സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ പുറത്തുപോയി ജോലി ചെയ്ത് എനിക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും അത്രയും ഇട്ടില്ലെങ്കിലും കുറച്ചാണെങ്കിലും ഇവിടെ മതി എന്നുള്ള ചിന്ത ഡിപ്പെൻസ് ഓൺ ദ ബോണ്ട്. പക്ഷെ പിള്ളേര് പോകുന്നതിന് പല കാരണങ്ങളാണ് ഞാൻ പിള്ളേര് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ, അത് കുട്ടികളുടെ അഭിപ്രായം. ഞാൻ അല്ലാതെ ചോദിക്കുകയാണ്, ഒരാൾ ഇവിടുന്ന് വിദേശത്തേക്ക് കുടികയറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സമ്പത്ത് തന്നെയാണല്ലോ, സാമ്പത്തിക സുരക്ഷിതത്വം തന്നെയല്ലേ? ഓഫ് കോഴ്സ്, ബെറ്റർ ജോബ് കണ്ടീഷൻസ്, കരിയർ ഗ്രോത്ത്, എൻവയോൺമെന്റ്, കരിയർ അവിടെ എൻവയോൺമെന്റ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ അത് ഇല്ല എന്ന് കൂടിയാണല്ലോ അവർ പറഞ്ഞു വെക്കുന്നത്, പോകുന്ന കുട്ടികൾ പറഞ്ഞു വെക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് മോണിറ്ററി ടേംസിൽ മാത്രം അളക്കുന്ന കാര്യങ്ങളല്ല. അല്ല, അങ്ങനെയാണ് നമ്മുടെ ആളുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണല്ലോ കുട്ടികൾ സാമ്പത്തികമായ ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കോളേജുകളുടെ നാക് അക്കഡേഷൻ പോലുള്ള സംവിധാനങ്ങൾ നോക്കിയല്ല അവർ പോവുക. ഒരു കോളേജിൽ അവർ പഠിക്കുന്നു, അവര് അത്യാവശ്യം കോളേജിൽ പോകുന്നുണ്ടാകാം, പോകുന്നില്ലാകാം, പക്ഷെ പാർട്ട് ടൈം ജോലിയിൽ അവർ എക്സൈറ്റഡ് ആകുന്നു, അത്തരം സാമ്പത്തികമായി അവര് പൈസ ഉണ്ടാക്കുന്നു, അത് വീട്ടിലേക്ക് അയച്ചു അങ്ങനെ ബിൽഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോഴാണെങ്കിൽ കേരളത്തിൽ പാർട്ട് ടൈം ചെയ്യാനുള്ള അവസരമുണ്ട്, ശമ്പളം കിട്ടാനുള്ള അവസരമുണ്ട്, പക്ഷെ സാമൂഹികമായിട്ടുള്ള ഒരു സംവിധാനം നമ്മളെ സപ്പോർട്ട് ഉണ്ടാകത്തില്ല. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സാമ്പത്തികമായി ഇവർക്ക് പാർട്ട് ടൈം ജോലികളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കലാലയങ്ങളിലും ഉണ്ടാവുകയാണെങ്കിൽ ഇവർ പോകുന്ന സാഹചര്യം കുറച്ചെങ്കിലും കുറയുമോ? ഞാൻ പറയട്ടെ സാറേ, ഈ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് തന്നെ സപ്ലിമെന്ററി ഇൻകം കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ, സംവിധാനങ്ങൾ ഇപ്പൊ വിദേശത്തുള്ള പോലെ ഇവിടെ ഉണ്ടാക്കിയാൽ എന്നുള്ളത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാണ്, കുന്നോളം എത്തേണ്ടവർ കുന്നിക്കുരു പെറുക്കരുതെന്ന് ഞാൻ പറയും. എന്റെ ക്ലാസ്സിൽ ഞാൻ അലയ്ക്കുന്നുണ്ട്. ഞാൻ കോളേജിൽ 3 വർഷം പ്ലേസ്മെന്റ് ഓഫീസറായിരുന്നു. പ്ലേസ്മെന്റ് ഓഫീസറായിട്ട് പല ബാങ്കുകളിലേക്കൊക്കെ പല കുട്ടികളെയും എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ബാങ്കിന്റെ ക്ലറിക്കൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ പോസ്റ്റിലേക്ക് ഇടുന്ന കുട്ടികൾ ക്ലാസ്സിലെ ക്രീം ഓഫ് ദ സ്റ്റുഡന്റ് ആയിരുന്നു, ബെസ്റ്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ എക്കണോമിക്സ് ക്ലാസ്സിലെ ഒരു കൊച്ചിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഐ ആം ഹാപ്പി ദാറ്റ് യു ഗോട്ട് എ ജോബ്, ബട്ട് ഐ ആം അൺഹാപ്പി. ഐ ആം അൺഹാപ്പി ബിക്കോസ് യു ആർ നോട്ട് ദ പേഴ്സൺ മെൻ ഫോർ എ ബാങ്കിങ് പ്രൊഫഷൻ, ബിക്കോസ് അവന് കുറച്ചുകൂടി ഹയർ ഓപ്ഷൻസ് ഉള്ളവനാണ്, അത്രയും കാലിബർ ഉള്ളവനാണ്. എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല നിനക്ക് ബാങ്കിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു, കാരണം ഞാൻ തന്നെ എന്റെ പേപ്പർ വർക്കൊക്കെ നിൽക്കിയത് വേറെ കാര്യം, എന്നാലും സന്തോഷമില്ല. അപ്പൊ അവൻ എന്നോട് മിസ് വിഷമിക്കേണ്ട, ഞാൻ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് ഞാൻ IAS എഴുതിക്കോളാം, പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ, അത് വേറെ കാര്യം പോട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രോമിസ് തന്നു. ഞാൻ പറഞ്ഞാൽ ഈ വിദേശത്തോട്ട് പിള്ളേര് പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്നറിയാവോ, ഇവർക്കാർക്കും അഡ്മിഷൻ കിട്ടുന്നത് ഓക്സ്ഫോർഡിലും ഹാർവാർഡിലൊന്നും അല്ല, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഒന്നും അല്ല. ഇവർക്കെല്ലാം അഡ്മിഷൻ കിട്ടുന്നത് വെറും സാധാരണ എന്താ പറയണ്ട ലോക്കൽ ഏറിയ പങ്ക്, മിക്കവർക്കും 90%. എന്നിട്ട് അവിടെ കിട്ടുന്ന പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ, സാർ യൂറോപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, യൂറോപ്പിലൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ ചെന്ന് നിൽക്കുന്ന തൊഴിലിടങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതൊക്കെ എന്നിട്ട് അയക്കുന്ന ഡോളറിനെ യൂറോയെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വലുതാകും, അത് വേറൊരു പോയിന്റാണ്, വലുതാകും. പക്ഷെ സാമ്പത്തികം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഓക്കെ, പക്ഷേ പോകുന്നവരുടെ പിന്നിൽ സാമ്പത്തികം മാത്രമൊന്നും അല്ല സാറേ, സ്ഥായി ബന്ധങ്ങൾ ഇവർക്കില്ല. 2 കൊല്ലത്തിലെങ്കിലും അച്ഛനെയും അമ്മനെയും കാണണമെന്നൊന്നും ഇല്ലല്ലോ. സ്ഥായിയായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോയല്ല. അതാ ഞാൻ പറഞ്ഞത്, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ടു ദ ഫാമിലി, ടുവേർഡ്സ് എ സൊസൈറ്റി, നേഷൻ, അറ്റ് ലാർജ് നേഷൻ. ഈ ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് കാശുണ്ടാക്കണം, അതിനെന്താ വഴി? അത് ഉടനെ വിദേശത്ത് പോവുക. ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഇവർ ഡെസ്പാ, ഡൗൺ ആണ്, ഇമോഷണലി അവർ ഡൗൺ ആണ്. കാര്യം അപ്പോഴത്തേക്ക് അവർക്ക് ഏതാണ്ട് സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് ഇമോഷണലി അവർ ഡൗൺ ആണ്. മാത്രമല്ല അറിവും അവരുടെ ബൗദ്ധിക നിലവാരവും അല്ല, ഈ കുട്ടികളൊക്കെ എവിടെ ചെന്ന് എത്തേണ്ടതായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും. ഈ കൊച്ചു ജോലി പ്രവേശിച്ച് ചെറിയ കോഴ്സും ചെയ്ത് ആജീവനാന്തം 60-65 വയസ്സ് വരെ ഈ രീതിയിൽ പോകുന്നു. ചിലരൊരു 40 കഴിയുമ്പോൾ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങും, അത്രയും മടുക്കും തൊഴിൽ, ബിസിനസ്സിലേക്ക് ഇറങ്ങും. അപ്പൊ ഞാൻ ചിലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാനൊരു പയ്യനെ, ഞാൻ പഠിപ്പിച്ച പയ്യനെ കണ്ടപ്പോൾ നിനക്കൂടെ എന്നാടെ പണിന്ന് ചോദിച്ചു. വഴി വെച്ച് കണ്ട ജർമ്മനിയിൽ വെച്ചാൽ ചോദിക്കണത്, നിനക്കൂടെ എന്നാടെ പണിന്ന് ചോദിച്ചു. മിസ് സത്യം പറയാം, മിസ് ഇറങ്ങി ചെന്ന് പറയരുതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കേൾക്കണം, അവിടെ പറയണ സ്വഭാവം ഇല്ല, പിന്നെ മൈക്കിൽ കൂടി പറഞ്ഞെങ്കിലേ ഉള്ളത്, വേറെ ഞാൻ പറയത്തില്ല. മിസ്സേ, ഞാൻ 10 മണി വരെ പെട്രോൾ പമ്പിലാണ്. ഇവൻ എന്നോട് പറഞ്ഞു 10 മണി വരെ, 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പം പറയാം, 7 മണിക്ക് ശേഷം ഞാനൊരു വൈൻ പാർലറിലാണ്. ഇറ്റാലിയൻ വൈൻ, ഫ്രഞ്ച് വൈനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന യൂണിഫോമിനെ കുറിച്ചും ടിപ്പിനെ കുറിച്ചൊക്കെ ഇവൻ വാചാലമായിട്ട് എന്നോട് പറഞ്ഞു. ആ ടിപ്പ് കൊണ്ട് അവനോട് ജീവിക്കുന്നു. ഈ മറ്റു 2 ജോലി സേവ് ചെയ്യുന്നു.
മിസലൻ എക്കണോമിക്സ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും സേവ് ചെയ്യുന്നു. പക്ഷെ നാട്ടിൽ ഞാൻ പറഞ്ഞിരിക്കണം, ഞാൻ MNC-യിലാണെന്നാണ്, മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നും അല്ല കേട്ടോ സാറേ, ഒറ്റപ്പെട്ട സംഭവം അല്ല ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്ന് വെച്ചാൽ എല്ലാരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. എല്ലാരും വാൾമാർട്ടിലും മക്ഡൊണാൾഡ്സിലും നിൽക്കുവാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എത്തിച്ചേരേണ്ട ഒരു തലവും എത്തുന്ന തലവും തമ്മിൽ വ്യത്യാസമുണ്ട്. വേർ ഐ ആം ആൻഡ് വേർ ഐ ആം ഓട്ട് ടു ബി. ഞങ്ങൾ എക്കണോമിക്സിൽ അതിനെ നോർമേറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സും പറയും. സംതിങ് ദാറ്റ് ആസ് ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ് ഓട്ട് ടു ബി. എത്തേണ്ടടുത്ത് എത്താതെ എവിടെയോ എത്തി നിൽക്കുകയാണ്. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൈഗ്രേഷൻ അല്ലെങ്കിൽ പോലും അല്ലാത്ത എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? അങ്ങ് പഠിപ്പിച്ച അധ്യാപകർ കുട്ടികൾക്കും അവിടെ എത്താത്ത സാഹചര്യം ഉണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ നിലയ്ക്ക് പറയാനും പറ്റില്ല. ഇല്ല, ഞാൻ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു ആസ്പിറേഷൻ ലെവലിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന്റെ ഇൻഡിസസ് എന്തൊക്കെയാന്നുള്ളത്. ഒരാളുടെ ആസ്പിറേഷൻ ലെവലിന്റെ ഇൻഡിസസ് അത് എക്കണോമിക് ഇൻഡിസസ് മാത്രമല്ലല്ലോ സാറേ, മറ്റു പലതും ഉണ്ട്, കൾച്ചറൽ, ഒത്തിരി ഇൻഡിസസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഗ്രോത്തിന് അവനെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാഭ്യാസം ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസ സംവിധാനത്തിൽ അത്തരം ഈ ഡോക്ടർ കൊച്ചാണി ജോസഫ് പറഞ്ഞതുപോലുള്ള കോണ്ടെക്സ്റ്റുകൾ നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി നല്ല ആളുകൾ, കുറെ കൂടി ഈ രാജ്യത്ത് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന് തന്നെയാണോ കരുതേണ്ടത്? അത് നമ്മുടെ പല റിഫോമുകളും വന്നിട്ടുള്ളത് നമ്മള് അത്തരം ക്രൈസിസിൽ വന്നപ്പോഴാണ്. ഇപ്പൊ 1991 ഇന്ത്യ ന്യൂ എക്കണോമിക് റിഫോംസിൽ, അത് നമ്മൾ അത് ഗത്യന്തരമില്ലാതെ ഒരു ക്രൈസിസിൽ എത്തിയപ്പോഴാണ് നമ്മൾ അത്തരം ഒരു റിഫോമിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചരിത്രം അതാണ്. നമ്മൾ ക്രൈസിസുകൾ വരുമ്പോൾ നമ്മൾ റിസലിയൻസോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്കിതിന് ഇവിടെ ചേർത്ത് വെക്കാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. അതായത് ചൈനയിലെ കുട്ടികളാണ് നമ്മൾക്ക് മുമ്പ് ഇതുപോലെ വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷെ ആ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് US-ലും UK-ലും ഒക്കെ പോയി പഠിക്കുകയും പഠനം കഴിഞ്ഞ പിറ്റേ ദിവസം നേരെ ചൈനയിലേക്ക് തിരിച്ചെത്തുക. അതെ, അതായത് ഈ ചൈനയിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ US ഒക്കെ തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും ക്ലോൺ കമ്പനികളാണ് ചൈന തുടങ്ങിയത് ആദ്യം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചൈനയുടെ ഫോൺ എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ചൈന ഫോണാണ്, എല്ലാവരും ചൈനീസ് ഫോണാണ്. പക്ഷെ അന്ന് ഒരു കുറച്ചിലായിരുന്നു. 10 കൊല്ലങ്ങൾ കൊണ്ട് അത് വലിയൊരു നേട്ടമാക്കി മാറ്റാൻ, ബ്രാൻഡുകളാക്കി മാറ്റാൻ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ പുറത്തുപോയി വന്നിട്ട് അവർ അവിടെ നിന്ന് സംശയിച്ച അറിവുകളെ നമുക്ക് ഒരു അവസരമാക്കി മാറ്റാനുള്ള ഒരു എക്കോണമി ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഇപ്പോഴും ഒരു $3 ട്രില്യൺ എക്കോണമി മാത്രമാണ്. നമ്മുടേത് 142 കോടി ജനങ്ങൾ, അതിൽ തന്നെ വലിയ ചെറുപ്പക്കാരുടെ സംഖ്യ കൂടുതലുമാണ്. അവർക്ക് അവിടെ നടത്തിയ അല്ലെങ്കിൽ അവർ കണ്ട സാധനങ്ങളുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് 2030 കൂടി ഈ പറയുന്ന പോയ ആളുകളൊക്കെ തന്നെ തിരിച്ച് ഇവിടെ വരികയും സംരംഭങ്ങൾ തുടങ്ങുകയും അത്തരത്തിലൊരു വലിയ ട്രാൻസിഷനിലേക്ക് നമ്മൾ വരികയും അവിടെ ഒരു ചോദ്യം ഉള്ളതുണ്ടല്ലോ സാറേ, ഈ സംരംഭങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റിയ എൻവയോൺമെന്റ്, എന്റർപ്രണർഷിപ്പ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം സാറേ. അല്ല, അതിലോ ഞാൻ ചോദിക്കട്ടെ, ഒരു 5 കൊല്ലം മുൻപത്തെ എൻവയോൺമെന്റ് ആണോ ഇന്നത്തേതൊന്നും ആലോചിച്ചാൽ മതി. വളരെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിലൊക്കെ ഇന്ത്യ എത്രയോ മുന്നോട്ട് വന്നിരിക്കുന്നു. പണ്ടൊക്കെ അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. എന്നിട്ട് പോലും അവരെത്ര ഭംഗിയായിട്ടാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന നയമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അത് തന്നെ അവരുടെ തന്നെ പ്രീവിയസ് നയത്തിൽ നിന്നൊരു വലിയ വ്യതിയാനമാണ്. അപ്പൊ അത്തരത്തിൽ എല്ലാവരും മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ മാറ്റം നമുക്ക് കാണാനുണ്ട്. അപ്പോ ഒരു സമയം എത്തും, ഒരു ത്രഷ് ഹോൾഡ് എത്തും. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളൊക്കെ ഭംഗിയായിട്ടിരിക്കുന്നത് അവിടെ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന അത്രയും പോപ്പുലേഷൻ എപ്പോഴാണ് USA-യും UK ഒക്കെ ഡീൽ ചെയ്യുന്ന അവിടെ കയോട്ടിക് പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ UK-യിലുണ്ടായ കലാപം എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്? ഇവിടെ നിന്ന് കുട്ടികൾ കൂടുതലായി എത്തിയപ്പോൾ അവരുടെ ജോലി പോകുമെന്ന് പേടിച്ചിട്ട് വേറെ ഒരു കാരണത്തെ അവസരമാക്കി മാറ്റുന്നത് കണ്ടില്ലേ? അപ്പൊ നമ്മൾ അത്തരത്തിലൊന്നുമില്ല, നമ്മൾ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്, അതും ഇത്രയും ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ രാജ്യം. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ പരിഷ്കാരമായി വ്യാഖ്യാനിക്കപ്പെടുന്ന 4 വർഷത്തെ ബിരുദ കോഴ്സുകളാണ്, ഓണേഴ്സ് കോഴ്സുകൾ നമ്മൾ വരുന്നു. നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളിൽ വർഷങ്ങളായി നമ്മൾ കണ്ട ഒരു കാര്യമാണ് കേരളത്തിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ പറയുന്ന അത്തരം സ്റ്റെപ്പുകൾ
നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെയുള്ള കാലത്തിന് മുമ്പേ സഞ്ചരിക്കുമെന്നുമല്ല, പക്ഷെ വൈകിയാണെങ്കിലും നമ്മൾ ആ ട്രാക്കിലേക്ക് നമ്മുടെ കേരളവും സഞ്ചരിക്കുന്നു എന്ന പ്രതീക്ഷ നമുക്ക് വെക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ എത്ര ശതമാനം സാധാരണ ഒരു കോളേജിൽ വിദ്യാഭ്യാസം നേടി ഒരു ജോലി നേടി, ഞാൻ ചെറിയ സ്വപ്നങ്ങളുമായി, ചെറിയ സ്വപ്നങ്ങൾ ആരും വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് വിശ്വസിക്കുന്ന ആളുമാണ്, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട കാര്യമാകുകയും ചെയ്യുന്ന അത്തരം ഒരു ലോങ്ങർ പിക്ചറുള്ള ആളുകളെ അഡ്രസ് ചെയ്യാൻ അത് മാത്രം മതിയോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ 4 ഇയർ ബിരുദ കോഴ്സുകളൊക്കെ തുടങ്ങുന്നത് ഒരു ഓട്ടോണമസ് കോളേജിന്റെ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ വായിച്ചെടുക്കണമേ. ആ ഒരു ഭൂമികയിൽ നമ്മൾ അതിനെ വായിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള ഇവിടെ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ദേ ക്യാൻ ചൂസ്. ഒരു ചില കോർ പേപ്പേഴ്സ് അല്ലെങ്കിൽ കോർ ടോപ്പിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഞാൻ എന്ത് പഠിക്കണം, ഞാൻ എന്ത് പഠിക്കണം, ഞാനത് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ചോയ്സ് കൊടുക്കുന്ന ഒരു സംവിധാനം. മാത്രമല്ല ഇപ്പൊ 4 വർഷം മാത്രമല്ല 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്കൊക്കെ നല്ല ഡിമാൻഡാണ്. ഇപ്പം പഴയ കൺവെൻഷണൽ ട്രഡീഷണൽ കോഴ്സുകൾക്കാണ് ഡിമാൻഡ് ഇല്ലാത്തത്. മറിച്ച് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, അങ്ങനെയുള്ള ഒരു അപ്രോച്ചിലൂടെയുള്ള സിലബസും ഈ ഓട്ടോണമി വന്നതോടുകൂടി സിലബസ് ഒക്കെ നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി കിട്ടുമ്പോഴത്തേക്കും ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വരികയും നമ്മൾ പ്രസന്റ് ചെയ്യാണ്, ദിസ് ഈസ് ദ തിങ് ദാറ്റ് വി ഓഫർ. അപ്പൊ പിള്ളേർ ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് അവരുടെ പാഷനുമായിട്ട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം ആസ്വാദികരമാകും. മറ്റേത് ഇതെന്തിനാ ഞാൻ പഠിക്കണത് എന്നും പറഞ്ഞാൽ ക്ലാസ്സിലിരിക്കണത്, ഈ പേപ്പർ ഞാൻ എന്തിനാ പഠിക്കണത്, ഇനി സാറിന്റെ ഇഷ്ടക്കുറവ് മേടിക്കണ്ട എന്നും പറഞ്ഞിരിക്കും. അസൈൻമെന്റ് എഴുതും, പ്രോജക്റ്റ് ചെയ്യും. ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവിടെ അങ്ങനെയല്ല. ഞാൻ ചൂസ് ചെയ്ത ഒരു സാധനം, പിന്നെ ഞാൻ അതിനെ മനസ്സ് പറയത്തില്ലല്ലോ, ഞാൻ ചൂസ് ചെയ്തൊരു സാധനം. അപ്പൊ കുറച്ചുകൂടി ഒരു ഡിവോഷണൽ അറ്റാച്ച്മെന്റ് ടു ദ സിലബസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് ആർ ഓൺലി ഫെസിലിറ്റേറ്റേഴ്സ്. ഞങ്ങൾ കോളേജിലേക്ക് നമ്മൾ പറയുന്ന ഫെസിലിറ്റേറ്റേഴ്സ്, ദേ ആർ ഗൈഡ്സ്. ടീച്ചിങ് അല്ല, അവിടെ ലേണിംഗ് ആണ് നടക്കണം. ടീച്ചിങ് സ്കൂളിൽ നടക്കണം, ലേണിംഗ് ആ കോളേജിൽ നടക്കണം. ഈ ലേണിംഗ് പ്രോസസ്സിൽ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഗൈഡ് മാത്രമാണ് അധ്യാപകൻ. അവര് വളരെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞൊരു സെന്റൻസ് എന്റെ മനസ്സിലുണ്ട്. 20-25 കൊല്ലം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. ഡോണ്ട് ഗീവ് നോട്ട്സ് ഇൻ ദ ക്ലാസ്, ഡോണ്ട് ഡിക്റ്റേറ്റ് നോട്ട്സ് ഇൻ ദ ക്ലാസ്, ഡോണ്ട് ലിമിറ്റ് യുവർ സ്റ്റുഡൻസ് വിത്ത് യുവർ നോട്ട്സ്, ഡോണ്ട് ലിമിറ്റ്. അപ്പൊ കുട്ടികളിലെ ആ ഒരു ഈഗർനെസ്, ഇൻക്വിസിറ്റീവ് നേച്ചറിനെ വളർത്താൻ തക്ക വിധത്തിൽ ഈ കോഴ്സും ഇതിന്റെ സിലബസും അതിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റുകയാണെങ്കിൽ ഞാൻ പറയുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം വരും. ഡിപ്പെൻസ് ഓൺ ദ കമ്മിറ്റ്മെന്റ് ഓർ ഡിവോഷൻ. നമ്മൾ അതിനോട് കൊടുക്കുന്ന ഒരു സമർപ്പണത്തെ ആശ്രയിച്ചിരിക്കും കേട്ടോ. അധ്യാപകൻ കൊടുക്കുന്ന സമർപ്പണത്തെയും സ്ഥാപനം കൊടുക്കുന്ന കമ്മിറ്റ്മെന്റിനെയും വിദ്യാർത്ഥിയുടെ അർപ്പണത്തെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഓഫ് കോഴ്സ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ. പക്ഷെ ഞാൻ പറയുന്നത് ഒഴുക്കിന് തടയിടാൻ ഇത് സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ നോട്ട് ബി വെരി സൂൺ, പെട്ടെന്ന് നടക്കത്തില്ല, ബട്ട് ഇൻ ദ ലോങ് റൺ ഇറ്റ് മേ ഹെൽപ്പ് എന്നുള്ളതാണ് ദീർഘകാല പ്ലാനിൽ. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മികച്ച വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നത് എന്ന് പറയുന്ന ഒരു വളരെ ക്രീമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകും അല്ലെ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കണക്റ്റഡ് ആകും. രണ്ടാമത് സാമ്പത്തികമായ ഒരു കാര്യമാണ്. അതിന് നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് അതിനെ ആശ്രയിച്ചൊരു പരിഹാരമില്ല. മാത്രമല്ല നമുക്ക് ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാസികയുടെ ഒരു പ്രസിദ്ധീകരണത്തിന്റെ സർവേയിൽ പറയുന്നത് വിദേശത്തെ ആളുകൾ പോകുന്നത് കുറെ കൂടി ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കാനാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള സൊസൈറ്റിയാണ് ഈ കേരളത്തിലുള്ളത്, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാണ് വിദേശത്തേക്ക് ജോലി ചെയ്യാനും അല്ലെങ്കിൽ അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ഒക്കെ പോകുന്നതെന്നൊക്കെ പറയുന്ന കാര്യം. അപ്പൊ ഇപ്പോൾ ഈ പറഞ്ഞ ഓണേഴ്സ് ബിരുദമൊക്കെ എന്നതിനപ്പുറത്ത് നമുക്ക് അങ്ങയുടെ ഇപ്പൊ അങ്ങ് വിദ്യാർത്ഥികളുമായി കണക്റ്റഡ് ആണ്, അങ്ങ് ഈ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനൊക്കെ കൺമുമ്പിൽ കാണുകയാണ്. അങ്ങ് നമ്മുടെയൊക്കെ ചുറ്റുമുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ ഡിമാൻഡിങ് കോഴ്സിൽ പോലും കുട്ടികൾ കുറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുകയാണല്ലോ. ഇതിനെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതിനും അപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രായോഗികമായി? അതിലൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ ഇപ്പോൾ പോകുന്നത് സ്വാതന്ത്ര്യം എന്ന ആ ഒരു പ്രായത്തിൽ അവർ അനുഭവിക്കേണ്ട അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലാണ്. അതായത് ഇവിടെ നമുക്കറിയാം ഒരു സോഷ്യൽ സർവൈലൻസ് ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മതസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് കാർന്നവന്മാർ തുടങ്ങിയിട്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു സോഷ്യൽ സർവൈലൻസിലാണ് യുവത്വം പോകുന്നത്. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ പറയുന്ന ഇത്തരം മൈഗ്രേഷനുകളുടെ പിന്നിലുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ ക്യാമ്പസുകളൊക്കെ പഴയ ക്യാമ്പസുകളല്ല.
പഴയ പോലെ അധ്യാപകരുടെ നോട്ടത്തിന് കീഴിലോ അല്ലെങ്കിൽ അവര് അത്തരത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ക്യാമ്പസുകളാണ് എന്ന് കരുതേണ്ടതില്ല. കാരണം എല്ലാ ക്യാമ്പസുകളിലും ലോകത്തുള്ള എല്ലാ മാറ്റങ്ങളും നമ്മുടെ ക്യാമ്പസുകളിലും ഉണ്ട്. പക്ഷെ അത് അത്രത്തോളം മാർക്കറ്റ് ചെയ്യപ്പെടുകയോ ലോകത്തിന് അറിയോ ഉണ്ടാവുകയല്ല എനിക്കറിയില്ല. പക്ഷെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളോടുകൂടി തന്നെയാണ് ഇന്നത്തെ ക്യാമ്പസുകളിൽ കുട്ടികൾ ഇടപഴകുന്നത്. പിന്നീട് ഇത് എങ്ങനെയാണ് ഇത് കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതിലെന്ന് പറഞ്ഞാല് ഈ ക്യാമ്പസുകളിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടി കുട്ടികൾ ഏറ്റെടുക്കേണ്ട. ഇപ്പൊ ശരിക്കും ഞങ്ങൾ എപ്പോഴും കോളേജ് യൂണിയൻ നടത്തുന്ന പ്രോഗ്രാമാണ്. ഗംഭീരമായിരിക്കും എല്ലാ വർഷവും. നമ്മൾ എന്തെങ്കിലും ഒരു ടോക്കോ കാര്യങ്ങളോ വെച്ചാൽ കുട്ടികൾ വളരെ തളർന്നൊടിഞ്ഞിരിക്കും. അത് അവരുടെ പ്രോഗ്രാം. നമ്മുടെ പഠനത്തെ ആ രീതിയിൽ അവരുടെ സംഭവങ്ങളാക്കി മാറ്റുന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തില് നമ്മുടെ തുടക്കം FIUGP പ്രോഗ്രാമുകളിൽ അത്തരത്തിലാണ്. ഇപ്പൊ നമുക്ക് ഓരോ മോഡ്യൂളുകളിലും പ്രാക്ടിക്കം കമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ തിയറി പഠിക്കുകയല്ല, അത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി നടക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ആ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത്തരത്തിൽ അത്തരം എക്സർസൈസുകളിലൂടെ കുറെ കൂടി കുട്ടികളിലേക്ക് സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു മാറ്റം ഇതിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ വരികയാണ്, കേരളത്തിലും വരികയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ അതും നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമല്ല എന്ന് വേണ്ടി പറയേണ്ടി വരില്ലേ? കാരണം വിദ്യാഭ്യാസത്തിലാണ് ആളുകൾ പോകുന്നതെങ്കിൽ ഇന്ത്യ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് വിദേശ സർവകലാശാലകൾക്ക് വരാനും ഇവിടെ എന്താ പറഞ്ഞ കോഴ്സുകൾ ആരംഭിക്കാനും ഒക്കെ. പക്ഷെ വിദ്യാഭ്യാസമാണ് പ്രയോറിറ്റി എങ്കിൽ മാത്രമല്ലേ അതുകൊണ്ട് കാര്യമേ ഉള്ളൂ. ആളുകൾ പാർട്ട് ടൈം ജോലി ചെയ്യാനും ആ ഒരു കൾച്ചറിലായിരിക്കാനും അവിടെ ഒരു പാർട്ട് ടൈം ജോലി നേടുവാനും അവിടെ ഒരു PR എടുക്കാനും അവിടെ ഒരു സിറ്റിസൺ ആകാനും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ഈ വിദേശ സർവകലാശാലകൾ വന്നാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ടാലും ആ സാഹചര്യം മാറുമോ എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് ഈ ലേറ്റസ്റ്റ് ഇന്നലെ പുറത്തു വന്നൊരു റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് പഴയ പോലെ ഒരു ചാം ഇല്ല ഈ മൈഗ്രേഷൻ, സ്റ്റുഡന്റ് മൈഗ്രേഷൻ എന്നാണ്. കാരണം അതിന്റെ ചാം കുറഞ്ഞു വരും. യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും ഒരു ഇമ്പാക്ട് അനാലിസിസ് നമ്മൾ നടത്തി നോക്കിയാലുണ്ടല്ലോ, ട്രെൻഡ് ഡൗൺവേർഡ് ട്രെൻഡ്. ആദ്യം കണ്ട ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ട്രെൻഡിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തുവാണെങ്കിൽ ഇപ്പോൾ പോയവർക്ക് പോലും ഈ ലോൺ എടുത്തുകൊണ്ടുപോയത് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. 30-40 ലക്ഷം രൂപ ലോൺ എടുത്ത് 13% പലിശക്കൊക്കെയാണ്. ഇത്രയും പലിശക്ക് അത് വീട് പണയപ്പെടുത്തി. അതുകൊണ്ട് മാത്രം അവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ അപ്പൊ തിരിച്ചു വരും, ഇതൊന്ന് വീടണവരെ ഇവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ദേ മേ ചേഞ്ച്, അത് സംഭവിച്ചേക്കാം. ഞാൻ പറഞ്ഞത് എന്നാന്നറിയാം, ആ ചാമ അങ്ങ് പോയി. മാത്രമല്ല നമ്മൾ ഹരിതാഭ്യം പച്ചപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ, തമാശക്കാണ് നമ്മൾ പറയുന്നത് പോലെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു മഹത്വവും ഒക്കെ മനസ്സിലാകുന്നത് മറ്റു ചില രാജ്യങ്ങളിൽ ചെന്ന് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആയിട്ട് നിൽക്കുമ്പോഴാണ്. അതിന്റെ ഒരു ബ്യൂട്ടി ആസ്വദിക്കുന്നത്. അതുവരെ നമുക്ക് അങ്ങനെയാണല്ലോ, ചില അമ്മമാരുടെ അടുത്തുനിന്ന് മാറിക്കഴിയുമ്പോഴാണ് അമ്മയുടെ മഹത്വം അറിയണമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫ്ലോയ്ക്ക് ഒരു തിരിച്ചൊരു റിട്ടേൺ ഉണ്ട്, ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ട്. അതിന് അധികം വർഷങ്ങളൊന്നും വേണ്ടി വരത്തില്ല. പിന്നെ വിദേശ സർവകലാശാലകൾ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ പിന്നെ അതും എളുപ്പമായി, അവിടെ പഠിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എക്കണോമിക്സിൽ എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഒരു സൈക്ലിക്കലാണ്, ഇതെല്ലാം സൈക്ലിക്കലാണ്. ബിസിനസ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരു ബൂം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു റിസഷൻ, പിന്നെ ഒരു ബൂം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലും ഈ ഒരു ഒഴുക്കിന് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ്. വിദേശ രാജ്യത്തേക്ക് ചേക്കേറുന്ന മലയാളികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് എന്ന പത്ര റിപ്പോർട്ടുകൾ നമ്മൾ കാണുകയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ നമ്മൾ അടുത്തറിയുകയും വായിച്ചറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും ഇവിടെ 2 പാനലിസ്റ്റുകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ഡോക്ടർ നിതിൻ പറഞ്ഞതുപോലെ 5 വർഷം കഴിയുമ്പോൾ ആളുകൾ തിരിച്ചെത്തി ഈ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വിദേശത്തേക്ക് കുടിയേറുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് മറ്റു കാര്യങ്ങൾക്കും പോകുന്ന ആളുകൾ അങ്ങനെ ചിന്തിച്ച് ഈ നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഡോക്ടർ കൊച്ചാണി പറഞ്ഞതുപോലെ ഈ ആളുകളുടെ ഇടയിൽ ഇത്തരം വിദേശത്തേക്കുള്ള യാത്രയിലേക്കൊക്കെ ആളുകൾ ട്രെൻഡ് കുറഞ്ഞു വരുന്ന സാഹചര്യം വരുന്നു. അതനുബന്ധിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൂടി വരുമ്പോൾ തൊഴിലിനും ഇന്റേൺഷിപ്പുകൾക്കുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ സിലബസുകൾ കുട്ടികളെ കൂടുതൽ അഡ്രസ് ചെയ്യുകയും
നമ്മുടെ സംവിധാനങ്ങളൊക്കെ കുട്ടികൾക്ക് കൂടി കൂടുതൽ അവരുടെ വിശാലമായ വാതായനങ്ങൾ തുറക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ വരികയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ ഏറ്റവും ക്രീമായ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന, മനുഷ്യ സമ്പത്ത് എന്ന് പറയുന്ന അമൂല്യ നിധി ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും. അത് ഈ നാടിനെയും സമൂഹത്തെയും ഒക്കെ പച്ചപിടിപ്പിച്ച് കൂടുതൽ സുന്ദരമായ നാടായി, ദേശമായി, രാജ്യമായി നമ്മെ ലോകത്തിന്റെ മുമ്പിൽ എന്നും അഭിമാനത്തോടെ ത്രിവർണ്ണ പതാക പാറി കളിക്കുവാൻ തക്കവണ്ണം അതിനെ ഉയർത്തട്ടെ. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം ഈ പാനലിസ്റ്റുകൾക്ക് ഡോക്ടർ നിതിൻ തോമസ്, ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, രണ്ടുപേർക്കും നന്ദി. നമസ്കാരം.